ഫ്രം ടീം എറ്റ്ലൈറ്റ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2300 സ്ക്വയർ ഫീറ്റിൽ കൊട്ടാരക്കരയിലുള്ള ഒരു വീടാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് രമേശ് സാറിനെയും അതുപോലെ തന്നെ അനീഷ മാമിനെയാണ്. നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് എറ്റ്ലൈറ്റുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. മാം, സർ എന്താണ് പറയാനുള്ളത്? ആദ്യമായി വളരെ സന്തോഷം. കാരണം നമ്മളൊരു സ്വപ്നമായിരുന്നത് ഇത് അതിഗംഭീരമായിട്ട് നമുക്ക് പൂർത്തിയാക്കി തന്ന നിങ്ങളോടുള്ള ഏറ്റവും വലിയ നന്ദി അറിയിക്കുന്നു. പിന്നെ മനസ്സ് നിറയെ സന്തോഷം. താങ്ക് യു സർ. മാം, നമുക്ക് ഇവിടെ ഈ വീടിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ടീം എറ്റ്ലൈറ്റുമായിട്ട് ബന്ധപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു പ്ലാൻ അറിയാം, പക്ഷേ നമുക്കത് എങ്ങനെ അഡോപ്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കുറേ ഇൻറ്റീരിയർ വർക്കുകൾ കണ്ടു. അവർ കുറേ പ്രോജക്റ്റുകൾ കാണിച്ചു നമ്മളെ, അല്ലെങ്കിൽ കുറേ ഡിസൈൻസ് കാണിച്ചു. പക്ഷേ നമുക്ക് അതിനോട് അത്ര അങ്ങോട്ട് എന്താ പറയുക, നമ്മുടെ മനസ്സിലിണങ്ങിയ രീതിയിലുള്ളത് നമുക്ക് അങ്ങോട്ട് കിട്ടിയില്ല. നമുക്കതിൻ്റെ എങ്ങനെയാണെന്ന് അറിയാം, പക്ഷെ അതിലേക്ക് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിലുള്ള തന്നെ എൻ്റെ ബ്രദറിൻ്റെ സുഹൃത്തായ എറ്റ്ലൈറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നതും അവരിവിടെ വന്നു. അവരിവിടെ വന്നപ്പോൾ തന്നെ വീടിൻ്റെ ഓൾമോസ്റ്റ് ഒരു സെക്കൻഡ് സ്റ്റേജ് ആയിരുന്നു. പക്ഷേ അവിടെ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ, ഇലക്ട്രിക് വർക്കിലായാലും മറ്റും വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ ഞങ്ങളുടെ ആ ഡ്രീം എന്താണോ അതിലേക്ക് തന്നെ എത്തിപ്പെടാൻ ഞങ്ങൾക്ക് അവർ ഒരുപാട് സഹായിച്ചു. നമ്മളെ ആ ഒരു സെക്കൻഡ് സ്റ്റേജ് തൊട്ട് നമ്മൾ ഹൗസ് വാമിങ് കയറുന്നിടം വരെ കംപ്ലീറ്റ്ലി നമ്മളുടെ കൂടെ ഒരു സുഹൃത്തായിട്ടും ഒരു പ്രൊഫഷണലായിട്ടും ഒക്കെ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ അഡ്വൈസും തന്നു ഞങ്ങളുടെ ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് നമ്മുടെ കൂടെ നിന്നത് എറ്റ്ലൈറ്റാണ്. എന്ത് നമ്മുടെ സൈറ്റിൽ എന്തൊരു ആവശ്യം വന്നാലും, അതായത് എന്തെങ്കിലും നമുക്ക് വീടിൻ്റേതായിട്ടുള്ള ഏതൊരു കാര്യത്തിനായാലും അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അപ്പോഴേ നമ്മുടെ സൈറ്റിൽ വരികയും വിസിറ്റ് ചെയ്യുകയും അതിനുള്ള നിർദ്ദേശങ്ങൾ തരികയും അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനും എല്ലാം സാധിച്ചു. പിന്നെ നമുക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഓൾമോസ്റ്റ് എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനും ഒരുപാട് സ്ട്രഗിളും ഒക്കെ ഉണ്ടായി. ആ സമയത്തൊക്കെ നമുക്ക് എന്താവും എന്നുള്ളൊരു ടെൻഷനായിരുന്നു ലാസ്റ്റ്. പക്ഷേ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഡേയിൽ എല്ലാവരും വന്ന് ഒരു വാവ് എന്നുള്ളൊരു ആ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എല്ലാവരും ചോദിച്ചു ആരാണ് ഇൻറ്റീരിയർ ചെയ്തത്, ഇങ്ങനെ നല്ല നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷമായി. ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തൊരു ചോദ്യം ഇതിൻ്റെ ഇൻറ്റീരിയർ ആരായിരുന്നു. നമ്മൾ വളരെ അഭിമാനപൂർവ്വം എല്ലാവരോടും പറഞ്ഞു നമ്മുടെ സുഹൃത്താണ്, എറ്റ്ലൈറ്റാണ്. അപ്പം അത്രയും മനോഹരമായിട്ട് നമുക്കിത് ചെയ്തു തന്നു. ഞങ്ങളുടെ ഒരു ഡ്രീം എന്താണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു മനസ്സിലുള്ളൊരു ആശയം കൃത്യമായിട്ടത് പിക്ചറൈസ് ചെയ്ത് കിട്ടി. നമ്മൾ എറ്റ്ലൈറ്റിൻ്റെ കുറേ വർക്കുകൾ നമ്മൾ പോയി കണ്ടിരുന്നു. അപ്പോൾ കണ്ടപ്പോഴെല്ലാം നമുക്ക് ഒന്നിലൊന്ന് നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ല ബെസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയായിരുന്നു ലാസ്റ്റ് ഫൈനലിൽ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം എന്തായാലും ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ നമുക്കത് കിട്ടുകയും ചെയ്തു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്ന് വരെ എല്ലാവരും പറയുമായിരുന്നു ഇത് ഫൈനൽ എന്താവും, ശരിയാവുമോ, എന്താവും. അപ്പോഴത്തേക്ക് അത് കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ, ഓക്കെ ആവുമോ, എന്താണ് ഫൈനൽ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷേ ആ ഫൈനൽ ലുക്കിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കൂടി വണ്ടറായിപ്പോയി. കാരണം ഞങ്ങളുടെ ആ ഡ്രീമിനെക്കാട്ടി വലിയൊരു പ്രോജക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടി. അത് നമുക്ക് വലിയൊരു സന്തോഷമായിരുന്നു. ഇനി പുതിയ ഡ്രീം പ്രോജക്റ്റുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അഥവാ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എറ്റ്ലൈറ്റ് എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. ഞാനിപ്പം ഈ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ എൻ്റെ ടൈലിൻ്റെ ഓരോ പാറ്റേൺ, അതുപോലെ എൻ്റെ വോളിലെ പെയിൻറ്റിൻ്റെ പാറ്റേൺ, ലാൻഡ്സ്കേപ്പ്, ഈവൻ എൻ്റെ കൂടെ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ പോലും എറ്റ്ലൈറ്റിൻ്റെ ടീം ഫുള്ള് എൻ്റെ കൂടെ ആ ഒരു ഗാർഡനിൽ വന്ന് എനിക്ക് വേണ്ടി മാക്സിമം അവരുടെ സർവീസ് എനിക്ക് വേണ്ടി കിട്ടി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പെയിൻ്റ് ആണെങ്കിലും കളർ, ഇപ്പം പെയിൻറ്റിൻ്റെ കളറ് നമ്മൾ പലതവണ പലയിടത്ത് ഒരുപാട് കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് അവസാനം എറ്റ്ലൈറ്റിൻ്റെ ഒരു അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ടീമിൻ്റെ ഒരു ഫുൾ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് മനോഹരം എന്ന് ഞാൻ പറയുമ്പോൾ ഇവിടെ വന്ന് കണ്ട എല്ലാവരും പറയുന്ന ഒരു കമൻസ് ആയിരുന്നു അത്. അതിഗംഭീരം, പെയിൻറ്റ് കളർ നല്ലത്, ടൈല് നല്ലത്, പ്ലാന്റ്സ് സെറ്റ് ചെയ്ത് നല്ലത്. സോ എനിക്ക് പുതിയൊരു പ്രോജക്റ്റിലോട്ട് ഇറങ്ങുന്നവരോട് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് ഇതൊരു കംപ്ലീറ്റ് സൊല്യൂഷനാണ്. നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട്, കൺസ്ട്രക്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട്
നമ്മൾ ടീം എറ്റ്ലൈറ്റ് പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. എറ്റ്ലൈറ്റിൻ്റെ ഒരു സർവീസ് നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് അവസാനം അതിനൊരു 100% റിസൾട്ട് കിട്ടും. ഇതാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. നമുക്കിപ്പം ഒരു വീട് പണിയുടെ ഒരു ടൈം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, മെൻ്റലി നമ്മൾ കുറേ ടെൻസ്ഡ് ആവും, ഒരു എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇന്നതൊക്കെ വേണം, പക്ഷേ ആ ഒരു സൊല്യൂഷൻ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു ടൈമിൽ നമുക്ക് ഈ എറ്റ്ലൈറ്റിൻ്റെ ഓരോരുത്തരും വന്നിട്ട് നമുക്ക് അതായത് നമ്മുടെ ഒരു കാര്യം പറഞ്ഞാലും അത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ അത് അതിൽ ഇൻക്ലൂഡ് ചെയ്യുകയും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ പറഞ്ഞ് ഇന്നതുപോലെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര അങ്ങോട്ട് ബെറ്റർ ആവത്തില്ല എന്നുള്ള രീതിയിൽ അതിൻ്റെ റീസൺ പറഞ്ഞിട്ട് നമുക്കത് മനസ്സിലാക്കി തരും. അതൊരു വലിയ പോയിൻ്റാണ്. അതുപോലെ തന്നെ പെയിൻറ്റിങ് എന്ന് പറയുന്നത് പണ്ടെന്നൊക്കെ പറയുന്നത് മോർ കളർഫുള്ളായിരുന്നു. നമ്മൾക്ക് വീടെന്ന് പറയുന്നത് എത്രമാത്രം കളർഫുള്ളാക്കാമോ അത്രയും കളർഫുൾ, ഡാർക്ക് പെയിൻറ്റുകളായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ലൈറ്റ് ആക്കാമോ അത്രയും ലൈറ്റ് ആക്കിക്കൊണ്ട് അങ്ങനെയുള്ള പെയിൻറ്റിങ്ങാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓരോ പെയിൻറ്റിൻ്റെയും ഓരോ നിർദ്ദേശങ്ങൾ തരുമ്പോഴും നമുക്ക് തോന്നും ചിലപ്പോൾ അത് കുറേ അങ്ങ് ലൈറ്റായി പോകുമോ, നല്ലതാകുമോ എന്നുള്ളൊരു തോന്നിയാലും, പക്ഷേ ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആ വർക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും പറഞ്ഞ് ഇങ്ങനൊരു, അതായത് കളർ കോമ്പിനേഷൻ എന്താ പറയുന്നത്, വണ്ടർഫുള്ളായിരുന്നു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിൽ അവരത് ഓരോ പെയിൻറ്റിൻ്റെയും, ഇപ്പോൾ ബെഡ്റൂമിൻ്റെ ആയാലും ഹോളിൻ്റെ ആയാലും കിച്ചൻ്റെ വോൾ ടൈലായാലും അതുപോലെ തന്നെ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവരത് കണ്ടെത്തി നമുക്കത് പറഞ്ഞു തരും. അതായത് ഒരു പുതിയൊരാൾക്ക് ഒരു വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷനിലോട്ട് പോകുമ്പം അതിൻ്റെ A to Z അറിയാൻ പറ്റത്തില്ല. കാരണം നമുക്കൊരു വീട് വെക്കുക, നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് സക്സസ് ആക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിലോട്ട് എങ്ങനെ ചെല്ലണം എന്നുള്ളത് നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് വീട് വെക്കുന്നവർക്ക്. പക്ഷെ അതിൻ്റെ ഓരോരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണ് എന്ന് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 100% റിസൾട്ട് ലാസ്റ്റ് ആ ഹൗസ് വാമിങ്ങിന് ഉണ്ടാവും. അതാണ് എറ്റ്ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ പ്രോജക്റ്റ് നമ്മളൊരു സെക്കൻഡ് സ്റ്റേജ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു മിഡിൽ സ്റ്റേജ് വന്നപ്പോഴാണ് നമ്മൾ ടീം എറ്റ്ലൈറ്റുമായിട്ട് ബന്ധപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ടൊരു വീട് വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ആദ്യമേ അതിൻ്റെ ആ പ്ലാൻ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ ഒരു ഇൻറ്റീരിയറെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ച് കോസ്റ്റ് കട്ടിങ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ TV യൂണിറ്റിൻ്റെ ഒരു എവിടെയാണെന്നുള്ളത്, പിന്നെ നമ്മുടെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ, പിന്നെ നമ്മുടെ ഈ സിറ്റിങ് എങ്ങനെയാവണം, അതൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ മിഡിൽ സ്റ്റേജിൽ ചെന്നതുകൊണ്ടാണ് നമുക്ക്. പക്ഷേ അത് നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ അവരത് ചെയ്തു തന്നപ്പോഴത്തേക്ക് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടത് ചെയ്യാൻ പറ്റി. അന്നേരം ഇതിപ്പം പുതിയതായിട്ടൊരു വീട് വയ്ക്കുന്ന ഒരാൾ നേരത്തെ നമ്മൾ ഇൻറ്റീരിയറുമായിട്ട് ഡിസ്കഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ അത് നന്നായിട്ട് തന്നെ ചെയ്യുവാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ചുള്ള തുടങ്ങിയത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു മിഡിൽ സ്റ്റേജിലായിരുന്നു. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ, അതായത് ഇപ്പം ഞാൻ ഈ മറ്റേ എറ്റ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് നമ്മൾ ആദ്യം ഒരു കോസ്റ്റ് പ്രിപ്പയർ ചെയ്തൊരു ബഡ്ജറ്റ് ഇട്ടു. പക്ഷേ ഈ ബഡ്ജറ്റ് എനിക്ക് കുറച്ച് കൂടുതലായിട്ട് തോന്നി. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ എഫക്റ്റീവായിട്ട്, ഞാൻ എമൗണ്ട് മെൻഷൻ ചെയ്യുന്നില്ല, വളരെ എഫക്റ്റീവായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും ഏകദേശം ഒരു നല്ല തുക എനിക്ക് ആ അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് കേട്ടതിലൂടെ എനിക്ക് അതൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് അത്രയും എമൗണ്ടിൽ, അല്ലെങ്കിൽ കോസ്റ്റിൽ അത്രയും ഒരു കുറവുണ്ടായി. അതുപോലെ നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന സ്റ്റെയറുകൾ, ഇവിടുത്തെ ഇപ്പം സ്റ്റെയറുകളൊക്കെ തന്നെ നമ്മൾ അതും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടും ടീം എറ്റ്ലൈറ്റിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇതിനകത്തൊരു സ്പേസ് അറേഞ്ച്മെൻറ്റ്, ഈ TV യൂണിറ്റ് വന്നപ്പോൾ നമുക്ക് മെയിൻ ഡോറിൽ നിന്ന് കയറി വരുന്ന ഒരു പാസേജിൻ്റെ ബുദ്ധിമുട്ട്, സിറ്റിങ്ങുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ്ലി അതുപോലെ ഈ ഊഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ എവിടെയാവണം എന്നുള്ളതിന് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ടീം എറ്റ്ലൈറ്റിൻ്റെ ഒരു അഡ്വൈസും അവരുടെ പ്ലാനും കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ ഇത്രയും നമ്മൾക്ക് ഏറ്റവും മനസ്സിനിണങ്ങിയ രീതിയിൽ ഇരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്
ടീം എത്ലൈറ്റിൻ്റെ എന്താ പറയണ്ടേ സഹായം കൊണ്ട് തന്നെ. അവരുടെ ആ ഒരു കോർഡിനേഷൻ, അതായത് അവരൊരു ടീം വർക്കാണ്. അതാണ് നമുക്ക് ഏറ്റവും എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിന് അവരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ എത്താനോ അല്ലെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ അവരുടെ സജഷൻ പറയാനോ എപ്പോഴായാലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് എപ്പോഴായാലും അവർ ലൈനിലുണ്ടാവും. ആ ഒരു ടീം വർക്കുണ്ട്. ആ ടീം വർക്കാണ് ആ സക്സസ്സിലേക്ക് പോകുന്നത്. മാം സർ, എല്ലാവർക്കും അവരുടെ വീട്ടിലൊരു കംഫർട്ടബിൾ അഥവാ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നിങ്ങളെ രണ്ടുപേരെയും സംബന്ധിച്ച് അത് ഏതാണ്? നമ്മുടെ വീട്ടിൽ നമ്മൾ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ റൈറ്റ് സൈഡ് പോർഷൻ നമ്മളത് തുടക്കത്തിൽ അവിടെ എന്ത് ചെയ്യുമെന്നൊരു ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മളൊരു ഫാമിലി ഫോട്ടോയും അതിൻ്റെ ഒരു ആംബിയൻസ് ലൈറ്റും ഇതുപോലെ പ്ലാന്റും ഒരു ചെയറും ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ടീം എത്ലൈറ്റിൻ്റെ എന്നൊരു സജഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് വീട്ടിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അതാണ്. ഞങ്ങളുടെ ഒരു പീസ്ഫുൾ പ്ലേസ് എന്ന് പറയുന്നത് അതാണ്. ഞങ്ങളുടെ ഫാമിലി അറ്റാച്ച്ഡ് പ്ലേസ് ആണത്. താങ്ക് യു മാം, താങ്ക് യു സോ ഫോർ യുവർ വാല്യുബിൾ ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ടീം എത്ലൈറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റാണ് ഇത്. ഇതുപോലെയുള്ള അടിപൊളി ഫാമിലിയും അടിപൊളി പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സൈനിങ് ഔട്ട്.